അങ്ങനൊന്നും പ്രസംഗിച്ച് രക്ഷപ്പെടാൻ നിൽക്കണ്ട. ചോദ്യത്തിന് മറുപടി പറയണം. ജീവിതകാലത്തുള്ളത് ചോദിച്ചപ്പോ മരിച്ചതിന് ശേഷം മറുപടി. അപ്പൊ പറയണം, അപ്പൊ മരിച്ചു നിങ്ങൾ സമ്മതിച്ചില്ലേ? അതൊക്കെ മനസമാധാനത്തിന് നല്ലതാ. പിന്നണികൾക്കും പിന്നിലിരിക്കണവർക്ക് പറ്റും. ഞങ്ങളോട് പറയണ്ട. മരിച്ചതിനുള്ള ചോദ്യം ഞാൻ വേറെ ചോദിക്കുന്ന പറഞ്ഞു. മരിച്ചതിന് ശേഷം ചോദിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നേരത്തെ വരാൻ പോകുന്നുണ്ട്. റെഡിമെയ്ഡ് മറുപടി ഇപ്പൊ തന്നെ കാച്ചി കളയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിതകാലത്ത് ചോദിച്ചതിന് തെളിവെന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് സഖാഫി ഇതൊക്കെ? നമ്മളതാ തർക്ക തപസ്സില നമ്മൾ തർക്കം തന്നെ, ഇസ്തിഹാദ നമ്മൾ തർക്കം. നബിയുടെ സദസ്സിൽ വന്നിട്ട് കണ്ണു കാണാത്ത ഒരാൾ പറയാണ്, നബിയെ എനിക്കിന്റെ അന്ധത സുഖപ്പെടുത്താൻ നിങ്ങളൊന്ന് ദ്വാരക്കണം. അതാ നമ്മളെ തർക്ക വിഷയം തന്നെ. വിദേശത്ത് വെച്ച് അല്ലെങ്കിൽ അസാന്നിധ്യത്തിൽ ദൂരസ്ഥലത്ത് വെച്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതിന് തെളിവ് കിട്ടിയില്ല. അപ്പൊ പിന്നെ പിടിച്ച റെഡിമെയ്ഡ് മറുപടി എന്താ? കണ്ണോട്ടന്റെ ഹദീസ്. എന്നാ അതിട്ട് വന്നു. അത് തവസ്സുലിനെ പറ്റി നമുക്ക് വേറെ ചർച്ച വേണമെങ്കിൽ ഇന്നെ വൈകുന്നേരത്തെ എഴുതാം. അത് വേറെ വിഷയം. ഇപ്പൊ ഇസ്തിഹാദ വിഷയം. അതുകൊണ്ട് ഇസ്തിഹാദക്ക് തെളിവ് വെച്ചാൽ തവസ്സുല്, ജീവിതകാലത്തിന് വെച്ചാൽ മരിച്ചതിന് ശേഷമുള്ളത്. ഇതാണ് ഇപ്പൊ നിങ്ങളെ വലിയ മുഖാമുഖ വീരന്മാര് വന്നിട്ട് ഇപ്പൊ ഉള്ള സ്ഥിതി. അതുകൊണ്ട് ഈ ജാതി തട്ടിപ്പാണ് 10 കൊല്ലം നിങ്ങൾ കേരളത്തിൽ പയറ്റിയത് എന്ന് ഈ സദസ്സിലുള്ളവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂപ്പര് തെളിവ് പറഞ്ഞിരിക്കുകയാണ്, അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് കൽപ്പിച്ചിട്ട് റസൂൽ കാണിച്ചെന്താണ് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണല്ലോ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്ത് നമുക്ക് ഓതി തന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞു പോയതെങ്കിലും അമ്പിയാക്കളെ വിളിച്ചിട്ട് സഹായം തേടിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, അതിന്റെ ഉത്തരത്തിലേക്ക് മൂപ്പര് വരുന്നേയില്ല. ഞാൻ പറഞ്ഞു, ഇബാദത്താകുന്ന ദുആയുണ്ട്, ഇബാദത്താകാത്ത ദുആയുണ്ട്. ദുആ 2 സൈസ് ഉണ്ട് എന്നാണ്. ആ രണ്ടാമത്തെ സൈസ് ദുആ എന്ന് പറഞ്ഞേരി. എപ്പ ചോദിക്കണ്ട് ഞങ്ങള്? രണ്ടാമത്തെ സൈസ് ദുആ ഏതാ? ഇബാദത്താകാത്ത ദുആ നബി അല്ലാത്തവരോട് നടത്തി. നബി നമ്മളെ പഠിപ്പിച്ച ദുആക്ക ഇബാദത്താകുന്ന ദുആണ്. കക്കൂസ് പോകുമ്പോഴും പള്ളി കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ഉള്ളത്. ഇബാദത്താകാത്തൊരു ദുആ ഉണ്ട്. എന്നാ അതെവിടെ? ആ പ്രാർത്ഥന എവിടെ? അതിന്റെ ചോദിച്ചു. അതിനെ കുറിച്ച് മിണ്ടുന്നല്ല മൂപ്പരിപ്പോഴും. മറ്റാൾ എന്തോ എടുത്തെടുത്തു, അതിലങ്ങോട്ട് വായിച്ചു. എടുത്തെടുത്തൊക്കെ വായിക്കുമ്പോ നോക്കണ്ട, അതൊക്കെ പലതും അതിനെതിരെ അപ്പുറം അപ്പുറമൊക്കെ വായിച്ചാല് മാനാബുധൂന്ന് എടുത്തോട്ട് അവിടെ വായിച്ച് അങ്ങനെ വായിച്ച് രക്ഷപ്പെടുന്ന സ്ഥലമല്ല ഇത്. ഇത് നമ്മള് മുഖാമുഖം ഇരിക്കാണ്. പിന്നെ മൂപ്പര് യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന് വേറെ എവിടെങ്കിലും പെട്ടാ പറയണമെന്ന് പറഞ്ഞാണ്. അതിന്റെ ചോദ്യത്തിന് മറുപടി അല്ലല്ലോ. എന്റെ ചോദ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബികള് ഒരുപാട് സ്ഥലങ്ങളിൽ റസൂലിന് അകന്നു നിന്ന സന്ദർഭത്തിൽ അവർക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ റസൂലിന്റെ സദസ്സിൽ വരാതെ, നിങ്ങൾ വന്നപ്പോ സദസ്സിൽ വന്നതാ, അവിടെ തർക്കല്ല, സദസ്സിൽ വന്നിട്ട് ദ്വാരക്കാൻ ആവശ്യപ്പെട്ടത് തർക്ക വിഷയവുമായി ബന്ധമില്ലാത്ത വലിച്ചിട്ടിട്ട് വെറുതെ സമയം കളയണ്ട. മനുഷ്യന്മാർക്ക് പല പരിപാടികളുണ്ട്. ചോദ്യത്തിന് ഉത്തരം പറയണം. റസൂലുള്ളാഹിന്റെ അസാന്നിധ്യത്തിൽ വെച്ചിട്ട് സഹാബത്ത് വിളിച്ചു തേടിയത് ഉണ്ടോ? അതാ അവിടെ തെളിയിക്കേണ്ടത്. തെളിവുണ്ടെങ്കിൽ ഉദ്ധരിക്കുക. നിങ്ങൾ പഠിച്ചിട്ട മറുപടിയും പഴയ നോട്ടും ഒക്കെ ഉണ്ടാവും. ആ നോട്ട് കൊണ്ടൊന്നും ഇവിടെ ജയിക്കാൻ പോണില്ല. അതൊക്കെ നിങ്ങൾ നിങ്ങളെ ഹൗമിനോട് യാഹൗവിനോട് പറഞ്ഞിട്ട് തക്ബീർ അല്ലിച്ചിട്ട് നല്ലോണം ഉഷാറായിട്ട് പോകാം. അത് ഇവിടെ നടക്കൂല. ഇവിടെ നമ്മള് മുഖാമുഖം ഇരുന്ന് ശരിക്കും നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന യാതൊരു ഫിത്ന ഉണ്ടാക്കാൻ പറ്റാത്ത രൂപത്തിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പറയണം, വിശദീകരിച്ച് പറയണം. നിങ്ങൾ പറഞ്ഞത് തെളിവല്ല. എന്റെ 3 ചോദ്യങ്ങൾ. മക്കാ മുശ്രിക്കുകൾ അവരാ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ആരാധ്യന്മാർക്ക് സമദിയത്ത് കൽപ്പിച്ചു എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കണം. ഇതിന് സബ്ബീക്കും അതിൽ തെളിവല്ല. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ പോളി ഒരൊറ്റ തഫ്സീറെടുത്ത് വായിച്ചില്ലോ. ഞാൻ ജലാലിനെങ്കിലും വായിച്ചു. അതും കൂടി വായിക്കുമ്പോൾ എനിക്ക് ധൈര്യമില്ല. വിശദീകരിച്ചാ പൊളിയും. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി അതാ. ഇമൊന്ന് കഴിച്ചില്ലാന്ന് നോക്കുക, കഴിച്ചിലാവില്ല. രണ്ടാമത്തെ ചോദ്യം, ദ്വാ അല്ലാത്ത ഇബാദത്തും ദ്വാ ഇബാദത്തും, ദ്വാ അല്ലാത്ത ഇബാദത്ത് അമ്പിയാക്കളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതിന് തെളിവുണ്ടോ? മറന്നു പോണ്ട. മൂന്നാമത്തെ ചോദ്യം, ജീവിതകാലത്ത്, മരിച്ചിന്റെ അല്ല, ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികള് പല സ്ഥലങ്ങളിലും പെട്ടിട്ട് അവിടെ വെച്ച് നബിയെ വിളിച്ചു തേടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തെളിയിക്കണം. അപ്പോഴല്ലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുള്ളൂ. അസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹിൽ അസ്ഹാബ്. അല്ലാഹുവിന്റെ റസൂൽ ശരിയാക്കി കാണിച്ചതും സഹാബത്ത് ഇജ്മാഅി പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ല എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിക്കും. നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ കരിഞ്ചന്ത നടത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനം ആ കരിഞ്ചന്തകൾ തുറന്നു കാട്ടുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണാർക്കാട് സംവാദം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ 3 ചോദ്യങ്ങൾക്കും എന്റെ സഹോദരൻ മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത് മൂപ്പരെ സ്വീപ്പാക്കരുത്. മൂപ്പർക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ബേജാറിലുള്ളത്. ഇനി അയിക്കൂടി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കിതാബ് എടുത്തെടുത്തുകാണ്ട് അത് പിന്നെ ബബ്ബായാൽ പിന്നെ അതും ബുദ്ധിമുട്ടാവും. അയാളാ പറഞ്ഞത് പാവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കഴിച്ചോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 വർഷമല്ല
കഴിഞ്ഞ 80 കൊല്ലക്കാലമായി കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. കളവ് മാത്രം പറയുകയും അത് മാത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ തുണി ഉരിഞ്ഞിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ. നിങ്ങളുടെ അണിയറയിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ജനങ്ങളെ കാണിച്ചിട്ടേ വിടുകയുള്ളൂ. ഒച്ചട്ടിട്ട് തോൽപ്പിക്കാന്ന് ഇവിടെ വിചാരിക്കണ്ട. മുഖാമുഖത്തിന്റെ അവിടേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ വരുമ്പോ കിതാബും പുസ്തകങ്ങളും നോട്ടുകളും ബേക്കിന്ന് ഇങ്ങനെ എടുത്തിരാൻ ആളുണ്ടാവില്ല എന്ന് കരുതി തന്നെ നിങ്ങൾ വരാത്തത്. നിങ്ങളുടെ കുട്ടി മൗലവിമാരെ വിട്ടിട്ട് നിങ്ങൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമില്ലാതിന്. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മറുപടി പറയുന്നത് മൗലവി ശ്രദ്ധിക്കണം. ഇബാദല്ലാത്ത ദുആയുണ്ട്, ഇബാദത്തല്ലാത്ത ദുആയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സഹായാർത്ഥനയുണ്ട്, അതുപോലെ ഇബാദത്തായതുമുണ്ട്. ഇബാദത്തായതിന്റെ നിർവചനങ്ങളും വിശദീകരണങ്ങളും നേരത്തെ ഇവിടെ നൽകി. പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത സഹായാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. പക്ഷേ മൗലവി ഇപ്പോഴും ഉസ്താദിനോട് സംസാരിക്കാണ്. ഉസ്താദിന്റെ ബേജാറ് കുട്ടി തോറ്റുപോകോ എന്നാണ്. കുട്ടി അണ്ടിപറുക്കുകയായിരുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടി അണ്ടിപറുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ. ഒന്നാമത്തെ മറുപടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത സഹായാർത്ഥന മഹാത്മാക്കളോട് നടത്തിയെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിച്ചത് ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ സ്വഹാബത്ത് സഹായം ചോദിച്ചതിന്, ജീവിതകാലത്ത് സഹായം ചോദിച്ചതിന് തെളിവുണ്ടോന്നാ. അപ്പൊ മൂപ്പരൊരു കളിയാക്കല്. എന്താ മൗലവി പറഞ്ഞത്? എന്താണ് പറയുന്നത്? എന്താണ് ഹദീസിന്റെ വിശദീകരണം? എന്താണ് അതിന്റെ ബാക്കി? എന്താണ് ഞാൻ വായിച്ചിട്ടുള്ളത്? എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഉസ്താദിനെ തോണ്ടിയതുകൊണ്ട് മറുപടി കിട്ടൂല. മറുപടി നേരത്തെ പഠിച്ചു വരണം. പഠിക്കുന്ന കാലത്ത് അണ്ടിപറിക്കിയാൽ മറുപടി കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നതിന് പകരം ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദുആയിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് സഹായാർത്ഥന. ആ വിളിച്ചുകൊണ്ടുള്ള സഹായാർത്ഥന ഈ സ്വഹാബി നിർവഹിക്കുന്നത് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിലല്ല. പള്ളിയിൽ പോയി വുളു എടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിലാണ് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലിയലി ഫതഖ്ലിയലി. നബിയെ, തങ്ങൾ എനിക്ക് എന്റെ ആവശ്യം നിർവഹിച്ചു തരണം, തങ്ങൾ എനിക്ക് എന്റെ കാര്യം നിർവഹിച്ചു തരണം. യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവരിപ്പോ ചിരിപ്പിക്കുന്നില്ല, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ ഗുരു തന്നെ ചിരിപ്പിക്കുകയാണ്, ഗുരു തന്നെ സമാധാനിപ്പിക്കുകയാണ്. ഗുരു തന്നെ എത്ര നിങ്ങൾ സമാധാനിപ്പിച്ചാൽ ഇദ്ദേഹത്തെ ഞങ്ങൾ പിടിക്കും, പിടിച്ച് ഞങ്ങൾ ഇരുത്തും, ഇരുത്തിയിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ. നിങ്ങൾ പഠിപ്പിക്കുന്ന കാലത്ത് മാനമര്യാദക്ക് പഠിപ്പിക്കേണ്ടിനു. അപ്പൊ പോയിട്ട് അണ്ടി പൊറുക്കാൻ നടന്നാല് കാര്യങ്ങൾ പഠിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിതകാലത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അസാന്നിധ്യത്തിൽ സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണശേഷവും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹു തആല ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തെളിവാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് അസാന്നിധ്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അസാന്നിധ്യത്തിൽ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ കോപ്രായത്രം കൊണ്ട് രക്ഷപ്പെടുകയുമില്ല. തെളിവ് നിങ്ങളുടെ ചങ്കിൽ കൊള്ളുന്നു എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ തൊണ്ടയിൽ കുരുങ്ങുന്നു എന്ന് ഞങ്ങൾക്കറിയാം. സ്വകാര്യം പറഞ്ഞിട്ട് കാര്യമല്ല, രക്ഷപ്പെടൂല. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയും, ഈ ഉത്തരം ഖണ്ഡിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, യാ ഇബാദല്ലാഹി യഗീസൂനി. രണ്ടാമത്തെ തെളിവ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാ ഇബാദല്ലാഹി യഗീസൂനി, നിങ്ങൾ എവിടെ പെട്ടാലും ഏത് രൂപത്തിൽപ്പെട്ടാലും നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളെ വിളിച്ച് സഹായം ചോദിക്കൂ. അള്ളാന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അടിമ റസൂലുള്ളാഹിയാണ് സഹോദര. ചിരിച്ചത് കൊണ്ടായില്ല. യാ ഇബാദല്ലാഹി എന്ന് പറയുന്നിടത്ത് ഒന്നാം നമ്പർ അടിമ അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലാകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അടിമകളെയും, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ വിളിച്ച് സഹായം ചോദിച്ചോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിങ്ങൾ അള്ളാഹിന്റെ കൽപ്പന മാനിക്കുന്നവരാണോ? റസൂലുള്ളാഹിന്റെ കൽപ്പന മാനിക്കുന്നവരാണോ? സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ സ്വീകരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾക്ക് റസൂലിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്വീകരിക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. സ്വഹാബത്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾക്ക് തുണി ഉരിഞ്ഞ് പരിചയം